ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട എഗ് സേമിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങളുടെ മക്കൾ കഴിക്കണ പോലെ പച്ചമുളക് എടുത്തോളൂ. ഞാൻ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോകുന്നത് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള റെസിപ്പീസ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഒരു അര ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി പൊടികളിടാം. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാം നിങ്ങളുടെ കുട്ടികളുടെ എരിവിൻ്റെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഓഫീസിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, വലിയ ആൾക്കാർ കാണാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പൈസ് ലെവൽ നിങ്ങൾക്ക് കൂട്ടാം. ഞാൻ എല്ലാം ഒരു അര സ്പൂണ് 1/4 സ്പൂണ് അങ്ങനെയുള്ള രീതിയിലാണ് ഇടുന്നത്. ബിക്കോസ് മനു ആണ് പ്രശ്നം. അതായത് കിച്ചു നല്ലോണം എരിവ് കഴിക്കും, പക്ഷെ മനുവിന് അത്രയ്ക്ക് ലെവലിലേക്ക് എരിവ് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ഇടാറുള്ളൂ. അപ്പോൾ നല്ല പോലെ ഈ എന്താണ് പറയുക, എഗ് സേമിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ആ പച്ചമണമൊക്കെ ഒന്ന് പോയി ഇതാവണം. അതിൻ്റെ അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ കടിക്കാൻ കിട്ടുന്നതാണ് ആ സേമിയയിൽ നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് സേമിയ വേണമെങ്കിലും എടുക്കാം. ഉപ്മാ സേമിയ ഏത് വേണമെങ്കിലും എടുത്തിട്ട് പാസ്ത വേവിച്ചിട്ട് ഊറ്റണം പോലെ നിങ്ങൾക്ക് നല്ല പോലെ അതിലേക്ക് ഊറ്റി വെച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് എഗ് സേമിയയാണ്. ഒരു 4 മുട്ട എടുത്തിട്ട് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. 4 മുട്ട നന്നായിട്ട് അടിച്ചിട്ട് ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചിക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും എല്ലാത്തിൻ്റെ കൂടെ ആ മുട്ടയും കൂടി ചിക്കിയിട്ട് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ സേമിയയിൽ അത് കിടക്കുന്ന സമയത്ത് നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി വയ്ക്കുക. ഇനി നിങ്ങൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയിലേക്ക് കുറച്ച് നല്ലെണ്ണ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കുക. വേവിച്ച് ഞാൻ വാർത്ത് വെച്ചിരിക്കുകയാണ്, ഉപ്പിട്ടിട്ടില്ല. ഓക്കെ, സാധാരണ പോലെ വെള്ളത്തിൽ നല്ലോണം അങ്ങോട്ട് സേമിയ ഇടുക. എന്നിട്ട് അടുത്തന്നെ നിന്നോളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേവും. എന്നിട്ട് അതിനെ വാർക്കുക. എന്നിട്ട് എണ്ണ ഒഴിക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമ്മൾ ആക്കി വെച്ച ആ മുട്ടയുടെ ഇതിലേക്ക് ഞാൻ സേമിയ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്നാവട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞൊന്ന് നിങ്ങൾ തുറക്കണ സമയത്ത് അടിപൊളിയായിട്ടുള്ള എഗ് സേമിയ റെഡി ആയിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു നോക്കൂ. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ക്യാബേജ്, പട്ടാണി എല്ലാം കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർത്തിട്ടും ഇതേപോലെ ചെയ്യാം. പക്ഷേ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കാണെങ്കിൽ ഇത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എപ്പോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മനുവിന് നേരത്തെ തന്നെ പോകണമായിരുന്നു. അവന് കഴിക്കാൻ സമയമില്ല. അതുകൊണ്ട് അവൻ വണ്ടിയിലിരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ എടുത്തിട്ട് പോവുകയാണ്. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ എഗ് സേമിയ എന്ന് പറയുന്ന സംഭവം. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ സേമിയ ഒരേപോലെ ഉണ്ടാക്കി കഴിക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിള്ളേർ ഇനി സേമിയ വേണ്ടാന്നൊന്നും പറയില്ല. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള സംഭവമാണ്. എന്തെങ്കിലും ലഞ്ച് ബോക്സിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. പിന്നെ ഞാനതിൽ പച്ചക്കറി ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. അതേമാതിരി തന്നെ മല്ലിയില, പുതിനയില ഇടാം. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയല്ലേ, ആ ഒരു സ്റ്റേജിൽ ഇടുകയാണെങ്കിൽ ആ സമയത്ത് ഇട്ടോളൂ, കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ടുള്ളൊരു വെറൈറ്റി ഡിഷാണ്. നല്ല വയറിൽ കിണ്ണനെ കിടന്നോളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ. വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.